welcome to my channel. So, നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ബേസിക് ടേംസ് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് കേസിൽ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ എടുത്തത്? നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വർക്കിൽ ഇൻറ്റേർണൽ, അതായത് ഡബ്ല്യു റിവേഴ്സിബിൾ, ഡബ്ല്യു ഇറിവേഴ്സിബിൾ കണ്ടു. എൻതാൽപ്പി എന്താണെന്ന് പഠിച്ചു. ദെൻ ഹീറ്റ് കപ്പാസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി വരെ കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച് ആണ്, കലോറിമെട്രി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അത് വിചാരിച്ച് ഞാൻ എടുക്കില്ല എന്നല്ല, അത് നമ്മൾ ലാസ്റ്റിലേക്ക് എടുക്കാം. അതിൻ്റെ മുന്നേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കാനുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോർഷൻസ് തീർക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല, എന്നാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. വി വിൽ ബി ടേക്കിംഗ് അറ്റ് ദ ലാസ്റ്റ്, അതായത് ഇതിൻ്റെ ലെസൻ്റെയൊക്കെ ലാസ്റ്റിൽ ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിമ്പിളാണ്, പക്ഷേ ഇതൊന്ന് നല്ലോണം പ്രോബ്ലം ചോദിക്കും. ഡെഫിനിഷൻസും അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ പിന്നെ എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഓർ റിയാക്ഷൻ എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി ചേഞ്ച്? അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഓർ റിയാക്ഷൻ എൻതാൽപ്പി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് മാത്രമല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നോക്കാം, എന്താണ് റിയാക്ഷൻ ചേഞ്ച് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ. The word itself, it's clear that it's something related to an enthalpy change during a reaction. We know that in chemistry we are going to learn many reactions. അപ്പോൾ നമുക്ക് അവരുടെ enthalpy change അറിയണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? So what is meant by enthalpy change of a reaction? The enthalpy change accompanying a chemical reaction is known as enthalpy change of a reaction or reaction enthalpy. Reaction നടക്കുമ്പോൾ enthalpy change, and it is represented by delta RH. നമുക്കറിയാം എൻതാൽപ്പീൻ്റെ സിമ്പിൾ എന്തായിരുന്നു? എച്ച്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ആകുമ്പം ഡെൽറ്റ. റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡെൽറ്റയുടെ താഴെ ഒരു ആർ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഡെൽറ്റ ആർ എച്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ആർ. അപ്പോൾ നമ്മൾ ഡെൽറ്റ എച്ച് ആർ എന്നാണ് ഞാനൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു റിയാക്റ്റൻ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലേ? ഒരു റിയാക്റ്റൻ്റ് ആണോ? ഇല്ല, ചില സമയത്ത് 2, 3 റിയാക്റ്റൻസ് ചേർന്നിട്ടായിരിക്കും നമുക്കൊരു പ്രൊഡക്റ്റിന് കിട്ടുക. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല, നമുക്ക് 2, 3 CO2 + H2O ഒക്കെ കിട്ടാറില്ലേ? അങ്ങനെ 2, 3 പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും. അപ്പം നമ്മൾ എങ്ങനെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നു വെച്ചാൽ, എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി എൻതാൽപ്പി ഓഫ് ദ പ്രൊഡക്റ്റ് ആട്ടോ. പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. സം ഓഫ് ദി എൻതാൽപ്പി ഓഫ് ദി പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. അതായത് നമ്മൾ ആദ്യം പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി, ഓരോന്നിനും ഓരോ എൻതാൽപ്പി ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓരോരുത്തരുടെയും എൻതാൽപ്പി ഉണ്ടാവും. ആ എൻതാൽപ്പീൻ്റെ സമ്മ് കണ്ടുപിടിക്കുക പ്രൊഡക്ട്സിൻ്റെ. എന്നിട്ട് അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യുക? സം ഓഫ് ദി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സോ ഹൗ വി വിൽ ഡിറ്റർമിൻ ദി എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ? എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ സം ഓഫ് ദി എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ദി എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻ. ഇനി അത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന് എന്തിനാണ് കാണിക്കുന്നത്? സമ്മേഷൻ അല്ലേ? നമുക്കറിയാം, ഞാൻ പറഞ്ഞു റിയാക്റ്റൻസ് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ചിലപ്പോൾ 4, 5 റിയാക്റ്റൻസ്, 4, 5 ഒന്നുമില്ല, 3, 4 റിയാക്റ്റൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കേസിൽ സിഗ്മ, അതായത് ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും എൻതാൽപ്പി ആഡ് ചെയ്യണം. എന്നിട്ട് സിഗ്മ ഇവിടെ എന്താ ഐ എന്ന് എഴുതിയെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം ഈ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ CH4ന് മുകളിൽ ഒന്നുമില്ല. അതിൻ്റെ അടുത്ത് എന്താ? 1 mole of CH4 react with 2 moles of oxygen, which gives 1 mole of carbon dioxide and 2 moles of H2O. ഇത് അവരുടെ കോഎഫിഷ്യൻസ് അല്ലേ? ദറ്റ് ഡിറ്റർമിൻ ഇത് നമുക്കറിയാം, എത്ര മോൾസ് ഓഫ് റിയാക്ടൻ്റ്, എത്ര മോൾസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ കോഎഫിഷ്യൻ നമ്മൾ കളയരുത്. വി ഹാവ് ടു യൂസ് ദാറ്റ് കോഎഫിഷ്യൻറ്റ് ഓൾസോ എലോങ് വിത്ത് ദിസ്. എന്നാൽ മാത്രമേ ആ കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആവത്തുള്ളൂ. അതിനാണ് ഈ AI, BI എന്നൊക്കെ കാണിക്കുന്നത്. ഇറ്റ് ഇസ് റെപ്രസെൻറ്റ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ദി റിയാക്ടൻസ് ആൻഡ് ദി പ്രൊഡക്ട്സ്. അപ്പോൾ ഡെൽറ്റ ഇതിൻ്റെ ഒപ്പം ഈ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? HM എന്ന് പറഞ്ഞാൽ മോളാർ എൻതാൽപ്പി, അതായത് 1 മോൾ. നമുക്കറിയാമല്ലോ എത്ര മോൾസ് ഉണ്ടോ അവരുടെ എൻതാൽപ്പി. അപ്പോൾ മോളാർ എൻതാൽപ്പി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇതിലെ പ്രൊഡക്റ്റ് ഇതാണ്, ഇതിലെ റിയാക്റ്റൻ്റ് ഇതാണ്. അപ്പോൾ ആദ്യം ഇവരുടെ എൻതാൽപ്പി കണ്ടുപിടിച്ചിട്ട് വേണം ഇവരുടെ എൻതാൽപ്പിയും കണ്ടുപിടിച്ചിട്ട് ആ ആൻസർ വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിതാ മോളാർ എൻതാൽപ്പി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ്
2. ഇവിടെ എത്ര വാട്ടർ ഉണ്ട്? 2. അപ്പോൾ 2 മോളാർ എൻതാൽപ്പി. നമുക്കിപ്പോൾ ഇവിടെ എൻതാൽപ്പിൻ്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് 2HM എന്ന് എഴുതുന്നത് കേട്ടോ. മോളാർ എൻതാൽപ്പി ഓഫ് വാട്ടർ. അപ്പോൾ അത് രണ്ടൊരു വാല്യൂ കിട്ടി. മൈനസ് മോളാർ എൻതാൽപ്പി ഓഫ് CH4, ഒരു CH4 ഉള്ളൂ, പ്ലസ് 2 ഇൻറ്റു മോളാർ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇതാണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. ഇതൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. സോ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് നോൺ ആസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ or reaction enthalpy, which is represented by delta RH. And how we are getting delta RH? We are getting by a formula that is sum of the enthalpy of the product minus sum of the enthalpy of the reactant. Clear ആണോ? അപ്പോൾ ഇതാണ് enthalpy change during a chemical reaction. ഇനി ഇതേപോലെ വേറൊരു ടേം പഠിക്കാനുണ്ട്. എന്തറിയോ? സ്റ്റാൻഡേർഡ്. പുതിയൊരു വേർഡ് വന്നിരിക്കുന്നു. പുതിയതൊന്നുമില്ല, നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് പ്രഷർ എന്നൊക്കെ ഉണ്ട്. അതായത് അടുത്തതാണ് സ്റ്റാൻഡേർഡ് enthalpy change during a chemical reaction or standard enthalpy change of a reaction. എന്തായിരിക്കും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി? എന്താണ് കെമിസ്ട്രിയിലെ സ്റ്റാൻഡേർഡ്? ദാറ്റ് ഈസ് വെൻ എ റിയാക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് അറ്റ് എ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് at the standard condition, then the enthalpy change accompanying that reaction is known as standard enthalpy of the reaction. എന്താണ്? ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക. എങ്ങനെ ക്യാരി ഔട്ട് എന്ന്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്? ദ സബ്സ്റ്റൻസ് ഷുഡ് ബി ഇൻ ദ പ്യോർ ഫോം. സബ്സ്റ്റൻസ് എന്തായിരിക്കണം? പ്യോർ ഫോമിലായിരിക്കണം. അല്ലാതെ അതിങ്ങനെ പലതായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാവരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്യോർ ഫോം. അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കണം. സെക്കൻഡ് വൺ, ദ പ്രഷർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് 1 bar. നമ്മൾ എന്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം? 1 bar പ്രഷറാണ്. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. നമ്മൾ യൂഷ്വലി 298 Kelvin എന്ന് പറയാറുണ്ട്. പക്ഷേ ചില റിയാക്ഷനിൽ നമുക്കിപ്പം മെൽറ്റിങ് അല്ലെങ്കിൽ ബോയിലിങ്, ഫ്യൂഷൻ, ഐ മീൻ സബ്ലിമേഷൻ, അതൊക്കെ നമുക്ക് എപ്പോഴും 298 Kelvin അങ്ങനെ ഒരു ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. ബട്ട് ചില റിയാക്ഷനിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. എത്ര? 298 Kelvin. So what is the standard condition for a reaction, or what we can say about standard enthalpy change? Enthalpy change accompanying a reaction when the reactants are or the reaction is carried out under the standard condition, that is the substance should be pure and the pressure should be maintained at 1 bar. ടെമ്പറേച്ചർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കരുത്. അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെൻ ഓൾ ദ സബ്സ്റ്റൻസസ് ആർ ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, ദെൻ ദ റിയാക്ഷൻ ഇസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഓർ ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് സച്ച് എ റിയാക്ഷൻ ഇസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. ക്ലിയർ ആയോ? ഇപ്പോൾ 2 കാര്യം പഠിച്ച എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ റിയാക്ഷൻ, വാട്ട് ഇസ് മെന്റ് ബൈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ റിയാക്ഷൻ. നെക്സ്റ്റ് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ enthalpy change during a phase transition, that is enthalpy change of phase transition. അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരണം ഫേസ് മാറണം. എന്താ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഫ്രം നമുക്ക് കെമിക്കൽസിന് സോളിഡ് ഫേസ് ഉണ്ട്, ലിക്വിഡ് ഫേസ് ഉണ്ട്, ഗേഷ്യസ് ഫേസ് ഉണ്ട്. അത് തന്നെയാണ് enthalpy change during a phase transition. That is enthalpy change accompanying when 1 mole of a substance changes from one phase to another phase at standard condition ആണെന്നില്ല. നമ്മൾ ആദ്യം പറയാം enthalpy change during a phase transition എന്ന് പറഞ്ഞാൽ the enthalpy change accompanying when 1 mole of a substance changes from one phase to another phase, then that enthalpy change is known as enthalpy of phase transition. എന്താ അതിന് പറയാം? enthalpy of phase transition. അപ്പോൾ സ്റ്റാൻഡേർഡ് enthalpy of phase transition എന്തായിരിക്കും? enthalpy change accompanying or enthalpy change when 1 mole of a substance changes into another phase at standard condition, then that enthalpy change is known as standard enthalpy of phase transition. Standard enthalpy of phase transition. ഇനി ഏതൊക്കെ ഫേസസ് ഉണ്ട്? നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഉണ്ട്. സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് സോളിഡ് ആവും അല്ലേ? ഐസ്, വെള്ളത്തിന് മാത്രം ആലോചിച്ചാൽ മതി. ഐസ് വെള്ളം ആവുന്നുണ്ട്, വെള്ളം ഐസ് ആവുന്നുണ്ട്. ഈ പിന്നെ വെള്ളത്തിനെ നമുക്ക് ഗ്യാസ് ആക്കാം, പറ്റത്തില്ലേ? അപ്പം ഇതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പേരാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് enthalpy of fusion. വെരി ഇമ്പോർട്ടൻറ്റ്, enthalpy of fusion. അപ്പോൾ എന്തായിരിക്കും enthalpy of fusion എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് enthalpy of fusion. Standard enthalpy of fusion is defined as the enthalpy change when 1 mole of a solid changes into liquid
at standard condition at its melting point. That is 1 mole of a solid changes into liquid at its melting point when all the other conditions are in standard. Then that enthalpy change is known as enthalpy of fusion. Fusion എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആവുന്നതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് ഉണ്ടല്ലോ അത് തന്നെ. ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് അക്കംപനിങ് വെൻ 1 മോൾ ഓഫ് എ സോളിഡ് ചേഞ്ചസ് ഇറ്റ്സ് ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ അത് ലിക്വിഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. നമ്മൾ ഈ ഡെഫിനിഷനിൽ പറയുന്നത് വെൻ 1 മോൾ, ആ 1 മോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഡെഫിനിഷനിൽ. വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഇറ്റ് ടു ഇറ്റ്സ് ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ നോക്കാം, H2O സോളിഡ്, അതായത് ഐസാണ്. H2Oൻ്റെ സോളിഡ് എന്ന ഐസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പം ഡെൽറ്റ ഇത് റെപ്രസെൻറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ, ഞാൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞില്ല അല്ലേ. ഡെൽറ്റ, ഇപ്പം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഡെൽറ്റ ആർ H, അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സീറോ ഇട്ട് കൊടുത്ത് അതിൻ്റെ അർത്ഥം എന്താ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത് എഴുതിയ സാധാരണ എൻതാൽപ്പി ചേഞ്ച്, ദിസ് റെപ്രസെൻറ്റ് ദി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എങ്ങനെ എഴുതുക, ഡെൽറ്റ H സബ്സ്ക്രിപ്റ്റിൽ ഫ്യൂഷൻ, എന്താ എഴുതുക ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് ഫുള്ളായിട്ട് എഴുതില്ല, നമ്മൾ FUS എന്ന് എഴുതും ഫ്യൂഷൻ, ഇതാണ് അതിൻ്റെ അർത്ഥം ഫ്യൂഷൻ. ഡെൽറ്റ H ഫ്യൂഷൻ, FUS എന്ന് എഴുതാം കാരണം ഡെൽറ്റ HFന് വേറെയാണ് പേര്. ഇപ്പോൾ ഡെൽറ്റ HU FUS എഴുതുക, സബ്സ്ക്രിപ്റ്റ് എഴുതുക, H എഴുതി കഴിഞ്ഞ് സബ്സ്ക്രിപ്റ്റ് FUS, മുകളിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സീറോ എഴുതുക, H എഴുതി കഴിഞ്ഞ് ഇറ്റ് റെപ്രസെൻറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ഓഫ് ഫ്യൂഷൻ, അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അപ്പം നമുക്കിവിടെ ഡെൽറ്റ H സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ഇസ് 6.0 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. ഇവിടെ ഈ പ്ലസ് വാല്യൂ, ഓരോ പ്ലസിനും മൈനസിനും വളരെ ഇമ്പോർട്ടൻ്റ്. ഡെൽറ്റ Hൻ്റെ വാല്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ എൻഡോ ആണോ എക്സോ തെർമിക് ആണോ? എക്സോ ആകുമ്പം നെഗറ്റീവ്, എൻഡോ ആകുമ്പോൾ പോസിറ്റീവ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സോ ആകുമ്പോൾ പുറത്തേക്ക് വിടുമ്പം ഡെൽറ്റ H വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഡെൽറ്റ H ഇസ് പോസിറ്റീവ് വെൻ ഇറ്റ് ഇസ് ഹീറ്റ് ഇസ് എബ്സോർബ്. വി നോ ദാറ്റ് എപ്പോഴും മെൽറ്റിംഗ്, ഒരു സബ്സ്റ്റൻസ് മെൽറ്റ് ചെയ്യണമെങ്കിൽ ചൂട് കൊടുക്കണം അല്ലേ. ഈവൻ ഐസ് ആണെങ്കിലും ഫ്രീസറിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഐസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ മാറും. അത് ചൂട് എബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് മാറുന്നത്, വെള്ളമായിട്ട് മാറുന്നത്. സോ ഡെൽറ്റ H ഫ്യൂഷൻ ഡെൽറ്റ H ഫ്യൂഷൻ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും സോളിഡ് ടു ലിക്വിഡ് ആവുന്നത് എപ്പോഴും എൻഡോ തെർമിക് ആവും, കാരണം അത് ഹീറ്റ് എബ്സോർബ് ചെയ്തിട്ടാണ്. ഇതേ പ്രോസസ്സ് തന്നെ ബാക്ക്വേർഡും നടക്കുക. ദാറ്റ് ഇസ് ലിക്വിഡ് വിൽ ബി കൺവേർട്ടഡ് ടു സോളിഡ്. അതിന് പറയുന്ന പേരെന്താ, ഫ്രീസിങ് അല്ലേ. അതിനെന്താ പറയുക, ലിക്വിഡ് സോളിഡ് ആവുന്നതിന് ഫ്രീസിങ്. സോ എൻതാൽപ്പി ചേഞ്ച് അക്കംപനി വെൻ 1 മോൾ ഓഫ് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡ് ആൻഡ് ദാറ്റ് എൻതാൽപ്പി ചേഞ്ച് ഇസ് നോൺ ആസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫ്രീസിങ്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സെയിം സബ്സ്റ്റൻസിൻ്റെ ഡെൽറ്റ H ഫ്യൂഷൻ്റെ വാല്യൂ 6.0 കിലോ ജൂൾ ആണെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്യാൻ വേണ്ട എൻതാൽപ്പിയും 6.0 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. ബട്ട് ഓൺലി ഡിഫറൻസ് വിൽ ബി ഡെൽറ്റ H ഫ്രീസിങ് വിൽ ബി ജസ്റ്റ് നെഗറ്റീവ്. ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം എന്തുകൊണ്ടാണ്, ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താ അത് ചെയ്യണത്, അതായത് ഇത് സോളിഡ് ലിക്വിഡ് ആവുകയാണ്. ഇനി ഇത് ഫ്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്താവണം, കുറയണം മീൻസ് എന്താ, ഇറ്റ് ഹാസ് ടു റിലീസ് ഇറ്റ്സ് എനർജി. അതിൻ്റെ എനർജി അത് പുറത്തേക്ക് കൊടുക്കണം. പുറത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഡെൽറ്റ H ഇസ് എക്സോതെർമിക്, സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഓരോ പോയിന്റും ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് പ്രോബ്ലത്തിൽ ചോദിക്കും ഡെൽറ്റ H ഫ്യൂഷൻ ഓഫ് ദിസ് ഇസ് ദിസ് മച്ച്, ദെൻ വാട്ട് വിൽ ബി ദ ഡെൽറ്റ H ഫ്രീസിങ് ഓഫ് സെയിം സബ്സ്റ്റൻസ് വെച്ചാൽ സെയിം സബ്സ്റ്റൻസിൻ്റെ ഡെൽറ്റ H ഫ്യൂഷനും ഫ്രീസിങ്ങും സെയിം ആണ്. ഓൺലി ഡിഫറൻസ് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ സൈൻ, ബിക്കോസ് ഫ്യൂഷൻ ഇസ് ഓൾവേസ് എൻഡോതെർമിക്, വയറസ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എക്സോ ആണ്. പുറത്തേക്ക് ഹീറ്റ് കൊടുത്താലേ ഉള്ളൂ അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് അത് ഐസായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പറഞ്ഞു. ഇനി അടുത്ത എന്താ, ലിക്വിഡ് ടു ഗ്യാസ് ആയിക്കൂടെ. So that is called as enthalpy of vaporization. അപ്പോൾ enthalpy of vaporization എന്തായിരിക്കും, standard enthalpy of vaporization, that is enthalpy change when 1 mole of a liquid changes into vapor under the standard condition. Then that enthalpy change is known as enthalpy of vaporization, which is represented by delta H subscript vapor VAP എന്ന് എഴുതിയാൽ മതി, മുകളിൽ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സീറോയും കൂട്ടെ സ്റ്റാൻഡേർഡ് ആയി
and which, for example, H2O, that is H2O liquid changes into H2O gas, then delta H vaporization will be. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ്, കാരണം വേപ്പർ ആവണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിന് എപ്പോഴും മനസ്സിൽ വെച്ചത് വേപ്പർ ആവണമെങ്കിൽ നമ്മൾ ചൂട് കൊടുക്കണം. ചൂട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബ്സോർബിംഗ് ഹീറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഓർ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പഠിച്ചു. അപ്പോൾ ഇനി ഒന്നും കൂടെ ഉണ്ട്, ഡയറക്റ്റ് സോളിഡ് ടു ഗ്യാസ് ആവുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെന്താ പറയുക? ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് സബ്ലിമേഷൻ. എന്താണ് നമ്മൾ പറയുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ അത് നോക്കി നോക്കാം. അപ്പോൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്താണ്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചേഞ്ച് ഓഫ് വൺ ഫോം ഫ്രം സോളിഡ് ഫോം ഡയറക്ട്ലി ഇൻ ടു ഗേഷ്യസ് ഫോം. ഇൻ ബിറ്റ്വീൻ എന്ത് ഫോം ചെയ്യാൻ പാടില്ല? ലിക്വിഡ് ഫോം ചെയ്യാൻ പാടില്ല. ഡയറക്ട്ലി സോളിഡ് ടു ഗേഷ്യസ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ലൈം ആവുക അല്ലെങ്കിൽ സബ്ലിമേഷൻ. സോ വാട്ട് ഇസ് മീൻ ബൈ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി when 1 mole of a solid substance changes into gaseous state at a particular temperature. അതിൻ്റെ ഒരു particular temperature and at 1 bar pressure, then that enthalpy change is known as standard enthalpy of sublimation and it is represented by delta H sub എന്ന് എഴുതിയേക്കുക ഇവിടെ 0. That is delta H sublimation. For example, iodine solid state directly gaseous formula and the delta, that is standard enthalpy of sublimation, is 62 kilojoule. ഇത് എന്താണ്? പ്ലസ് ആണോ മൈനസ് ആണോ? നമുക്കറിയാം ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ഡയറക്ട്ലി ഗ്യാസസ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇറ്റ് ഷുഡ് എബ്സോർബ് എനർജി. നമ്മൾ ചൂട് കൊടുക്കണം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഹീറ്റ് എബ്സോർബ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ എൻഡോതെർമിക് റിയാക്ഷൻ. സോ ദാറ്റ് പ്രോസസ് ഇസ് ഓൾസോ ഗിവ്സ് പോസിറ്റീവ് വാല്യൂ ഫോർ ഡെൽറ്റ എച്ച്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ 3 എണ്ണം പഠിച്ചു. വാട്ട് ഇസ് മെൻ ബൈ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ, വാട്ട് ഇസ് മെൻ ബൈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി, വാട്ട് ഇസ് മെൻ ബൈ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ എന്താ നോക്കി നോക്കുക അത്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതും സെയിം അല്ലേ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ ഫോർമേഷൻ. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. നല്ലോണം മനസ്സിലാക്കണം, കാരണം നമുക്ക് എപ്പോഴും തോന്നും ഇതന്നെയല്ലേ ഇത് എന്നുള്ളത് തോന്നും. സോ വാട്ട് ഈസ് മെൻ ബൈ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? Standard enthalpy of formation is defined as the enthalpy change when 1 mole of a substance is formed from its constituent elements when all are in the standard condition or when the reaction is carried out at the standard condition. Then that enthalpy change is known as standard enthalpy of formation. എന്താണ്? Enthalpy change when 1 mole of a substance is formed from its constituent elements when all are in the standard condition, that is 1 bar pressure, 298 Kelvin. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ പറയാം 298 Kelvin, and the substance should be in the most pure state. ആ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അവർ യൂസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്വൻറ്റ് എലിമെൻറ്റ് ഷുഡ് ബി ഇൻ ദ പ്യുവർ സ്റ്റേറ്റ്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ എച്ച് എഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി. എന്താണ് ഡെൽറ്റ? അപ്പോൾ റിയാക്ഷനും അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിങ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ, അതന്നെയല്ലേ ഒരു പ്രൊഡക്റ്റ് ഫോം അല്ല. ഇവിടെ നമ്മളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട് 1 mole. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സബ്സ്റ്റൻസ് ഷുഡ് ബി ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്വൻറ്റ് എലിമെൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ ഒരു റിയാക്ഷന് എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എങ്ങനെയാണ് അവർ ഡിഫറെൻ്റ്, ചെറിയൊരു കാര്യമുണ്ട് അവരുടെ ഡിഫറൻസ് പറയാൻ. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, വാട്ടർ ഇസ് ഫോം ഫ്രം ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ഹൈഡ്രജൻ ഡൈഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ വി ആർ ഗെറ്റിംഗ് വാട്ടർ, ദാറ്റ് ഇസ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. സോ water is formed from its constituent element, that is hydrogen and oxygen, and the delta HF is equal to minus 285.8 kilojoule mole inverse. അതേപോലെ ഞാൻ CH4 ഉണ്ടാക്കുക. CH4 എന്ന് പറഞ്ഞാൽ മീത്തേൻ. Methane can be produced from carbon and hydrogen because its constituent elements are കാർബണും ഹൈഡ്രജനും. എങ്ങനെയാണ് കാർബൺ എടുക്കാം? ഹൈഡ്രജൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഡൈഹൈഡ്രജൻ. അതിന് നമുക്കറിയാം 1 mole of carbon, 2 moles of hydrogen gives 1 mole of, ഇവിടെയൊക്കെ നോക്കണം ഇറ്റ് ഇസ് 1 mole. നമ്മുടെ ഡെഫിനിഷനിൽ എന്തായിരുന്നു? when 1 mole of a substance is formed from its
constituent elements under the standard condition, then that enthalpy change is known as enthalpy change of standard enthalpy of formation. ഇപ്പോൾ ഡെൽറ്റ എച്ച് എഫ് സി കിട്ടി. അതേപോലെ ഐ ക്യാൻ പ്രൊഡ്യൂസ് C2H5OH. അതെന്താ? OH വന്ന ആൽക്കഹോളാണ്. ഇറ്റ്സ് എത്തനോൾ. ഇത് എത്തനോളാണ്. എത്തനോളിൽ ആരൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നോക്കൂ, ഇവരുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ് കാർബൺ, ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള ഗ്രാഫൈറ്റ്, ഡൈഹൈഡ്രജൻ, ഓക്സിജൻ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വി ആർ ഗെറ്റിംഗ് എത്തനോൾ. സോ ദ 1 mole ഓഫ് എത്തനോൾ. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു? ഡെൽറ്റ എച്ച് ഫോർ അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇസ് -277.7 kJ. ഇനി അടുത്ത റിയാക്ഷൻ നോക്കൂ. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗിവ്സ് കാൽഷ്യം കാർബണേറ്റ്. ഇവിടെ ആരൊക്കെയാണ്? കാൽഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഇവരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് നമുക്കറിയാം കാൽഷ്യം, കാർബൺ, ഓക്സിജൻ ആണ്. പക്ഷെ നമ്മളെടുത്ത റിയാക്ടൻ്റ് ആരാ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. അപ്പോൾ ഈ ഒരു റിയാക്ഷന് വി ആർ നോട്ട് കൺസിഡറിങ് ഇറ്റ് ആസ് എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a substance is formed from its കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്, അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് നിന്ന് ഫോം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ? റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതെന്താ സംഭവം? കാൽഷ്യം ഓക്സൈഡ് അതൊരു കോമ്പൗണ്ടാണ്. കാൽഷ്യവും ഓക്സിജനും മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഇതിന് പകരം C+O2+ C അങ്ങനെയൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ ദെൻ ദാറ്റ് റിയാക്ഷൻ വി കോൾ ഇറ്റ് ആസ് എന്ത് പറയായിരുന്നു? ഡെൽറ്റ എച്ച് ഫോർമേഷൻ. ബട്ട് ഇതെന്താ? അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. ബിക്കോസ് റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് accompanying a chemical reaction. ഇവിടെ നമ്മൾ എന്ത് പറയില്ല? ഇറ്റ്സ് വി നെവർ കോൾ ദം ആസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. വൈ? ബിക്കോസ് ഇൻ ദിസ് calcium carbonate is formed from a compound, not from the constituent element. So for this reaction, instead of standard enthalpy of formation, we are getting standard enthalpy of reaction. Clear ayo? Ni direct item, indirect item idupole chodicha. Why? This reaction is not considered as standard enthalpy of formation. Instead, we are calling it standard enthalpy of reaction. Why? It is because we know that the standard enthalpy of formation is defined as enthalpy change accompanying when 1 mole of a product is formed from its constituent elements at the standard condition. Here, 1 mole of a substance is formed from other compounds, not from its constituent element. So this reaction, the enthalpy change we are getting is not standard enthalpy of formation. Instead of that, we are getting standard enthalpy of reaction. ഇതുപോലത്തെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പം അതും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ആൻഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ. ഇനി ഈ റിയാക്ഷൻ നോക്കൂ. H2+B2 gives H2+Br2 ഹൈഡ്രജൻ ബ്രോമൈഡിന് പ്രിപ്പയർ എങ്ങനെയാണ്? H2+Br2 gives 2HBr. But here also we are not getting enthalpy change of formation. Instead of we are getting enthalpy change of reaction. എന്തുകൊണ്ട്? Because according to our definition, enthalpy change, standard enthalpy of formation is defined as when 1 mole of a substance is formed from its constituent elements when they are in the standard condition. ഇവിടെ 1 mole of a product ആണോ ഫോം ചെയ്തത്? അല്ല. എത്ര മോളാണ് ഫോം ചെയ്തത്? 2 മോള്. അപ്പോൾ അതെന്താണ്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ആണ്. അല്ലാതെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ എന്തായിരുന്നു? വെൻ 1 മോൾ ഓഫ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻ്റ് ഹൈഡ്രജനും ബ്രോമിനും, ഈ ഹൈഡ്രജൻ ബ്രോമൈഡുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തു. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 മോൾ HBr ആണ്. So we are getting that is reaction and standard reaction enthalpy. എനിക്കിതിൽ നിന്ന് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? മക്കളെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ ഇതൊക്കെ തന്നെ 1 മാർക്കിന് ഏറ്റവും സിമ്പിളായി ചോദിക്കാം. For a reaction H2+Br2 gives 2HBr. The standard enthalpy of reaction is -72.8 kJ. Find out the standard enthalpy of formation. എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ, ഇവിടെ ഒരു വാല്യൂയും തന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമല്ല, നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ 1 മോളാണ്. ഇതിനെനിക്ക് 1 മോളാക്കിക്കൂടെ? ഈ 2 മോളിന് ഇപ്പം നിങ്ങൾക്ക് 2x + 4y = 4 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ 2 ആക്കണം. 2 ആക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ ആൻസർ 2 ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും? ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 2 വെച്ച്. അങ്ങനെ ഓർമ്മയില്ലേ നിങ്ങൾ മാത്ത് ചെയ്യുന്ന പോലെ? അതേപോലെ ഇതിനെ 1 മോൾ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 2 സൈഡും 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 1/2 H2 പ്ലസ് 1/2 Br2 പ്ലസ് 1/2 2/2 പറയുമ്പോൾ 1 HBr. ഇതിനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. എന്താ ചെയ്തത് നമ്മൾ? ആദ്യം H2 പ്ലസ് Br2 ഗിവ്സ് 2 HBr. അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കതിനെ 1 മോളിലേക്ക് ആക്കിയാൽ നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടും? ഡെൽറ്റ HF കിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാത്തിനും അങ്ങ് ഡിവൈഡഡ്, ഇവിടെ 3 ആയിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ എന്തിലും ചെയ്യണം? ഈ എൻതാൽപ്പി ചേഞ്ചിൽ ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. യു ഹാവ് ടു ഡു ഹിറ്റ് ഹിയർ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഫോർമേഷൻ കിട്ടി. ഈ ഒരു വാല്യൂയുടെ ഹാഫാണ് എന്തുണ്ടാവുക? ഡെൽറ്റ HF എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ഹാഫ് H2 പ്ലസ് ഹാഫ് Br2 പ്ലസ് 1 HBr ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഹാഫ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ enthalpy change of formation? Enthalpy change of formation is defined as the enthalpy change when 1 mole of a substance is formed from its constituent elements when all are in the standard condition. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. The enthalpy formation of an element. ഇതൊരു എലിമെൻ്റ് ആണ്. ഇതൊരു Br2 ഒരു എലിമെൻ്റ്. Enthalpy formation of an element is taken arbitrarily as 0. അതായത് എലിമെൻ്റൽ സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ ആർബിറ്റർലി 0 ആക്കിയിട്ടാണ് എടുക്കുക. അതായത് N2 O2 H2 പിന്നെ അങ്ങനെ വരുന്ന, അതായത് ആർബിറ്റർലി വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് 0. എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് എൻ എലിമെൻറ്റ്, എലിമെൻസിൻ്റെ എൻതാൽപ്പി, അതായത് CO-ക്കൊന്നും അല്ല കേട്ടോ. CO2 ഒന്നും എലിമെൻ്റ് അല്ലല്ലോ, ഇറ്റ്സ് എ കോമ്പൗണ്ട് മോളിക്യൂൾ. മീൻ നമ്മൾ ഈ എലിമെൻ്റൽ സ്റ്റേറ്റിലുള്ള ആളുകളെ എന്ത് ചെയ്യുക? വി ആർ കൺസിഡറിങ് ഓർ വി ആർ ടേക്കിംഗ് ദ വാല്യൂസ് ആസ് 0. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, H പ്രോഡക്റ്റ് മൈനസ് H റിയാക്ടൻ്റ്. അപ്പോൾ ഇങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എലിമെൻ്റലിൻ്റെ സ്റ്റേറ്റിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഇറ്റ് ഇസ് ടേക്കൺ ആസ് 0. അപ്പോൾ ക്ലിയർ ആയല്ലോ? എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫേസ് ട്രാൻസിഷൻ, എൻതാൽപ്പി ചേഞ്ച്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, പിന്നെ എന്തായിരുന്നു? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഏതാ പഠിക്കാനുള്ളത് നോക്കി നോക്കാം. ഇതിലെല്ലാത്തിനും ഡെഫിനിഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ വെരി സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of a substance completely burned in oxygen, in the air or oxygen, and all the reactants and products are in the standard state, then that enthalpy change is known as standard enthalpy of combustion. എന്താണ് enthalpy change when 1 mole of a substance burned in excess of air or oxygen, when the reactants and products are in the standard state, then that enthalpy change is known as enthalpy of standard enthalpy of combustion, and it is represented by delta H0 C. Delta H not C, താഴെ C എഴുതി കഴിഞ്ഞാൽ കമ്പഷൻ ചിലപ്പോൾ COMB എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ CH4 പ്ലസ് 2 CO2 ഓക്സിജൻ, അതായത് നമുക്കറിയാം CO2 അല്ല, CH4 പ്ലസ് 2 O2 gives CO2 പ്ലസ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ എയർ ആണ്. അപ്പം CH4 പ്ലസ് 2 O2 gives CO2 പ്ലസ് 2 H2O. അപ്പോൾ ഇതെന്താണ്? ഇറ്റ്സ് എ കമ്പഷൻ റിയാക്ഷൻ. ഇറ്റ്സ് വാല്യൂ നമുക്ക് ആവശ്യമില്ല. ആൻഡ് ഇതിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? നെഗറ്റീവ്. ബിക്കോസ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിങ്, അതെന്താ ചെയ്യുന്നത്? with the emission, അതായത് large amount of heat will be liberated. Combustion ആണ്. അപ്പോൾ large amount of heat will be liberated. So usually the combustion reaction, the delta H value will be negative. അടുത്തത് എന്താ വെച്ചാൽ enthalpy of hydration. നിങ്ങളുടെ ടെക്സ്റ്റിൽ എല്ലാം ടെക്സ്റ്റ് ബേസ് പറഞ്ഞാലേ ഉള്ളൂ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കുക വെച്ചിട്ടാണ്. Enthalpy of hydration. ഈ enthalpy of hydration നിങ്ങളുടെ ലാസ്റ്റിലേക്കാട്ടോ വരുന്നത്. Enthalpy of hydration. So what is known as enthalpy of hydration? Very simple. Delta H0 hydrate ചെയ്യാതെ തന്നെയാണ്. So what is meant by delta enthalpy of hydration? The quantity of heat
evolved or absorbed when 1 mole of an anhydrous എന്ന വെള്ളമില്ലാത്ത or partially hydrated salt is combined with the required, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് നോക്കി പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. The quantity of heat evolved or absorbed when 1 mole of an anhydrous or partially hydrated salt is combined with required number of moles of water to form specific hydrated substance, then that enthalpy change is known as enthalpy of hydration. അതായത് ഒരു പാർഷ്യലി ഹൈഡ്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ തീരെ വെള്ളമില്ലാത്തൊരു സോൾട്ടിൽ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ഹൈഡ്രേറ്റ് ചെയ്യുമ്പം അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഹൈഡ്രേഷൻ. ഫോർ എക്സാമ്പിൾ CuSO4 പ്ലസ് 5H2O, അതായത് കോപ്പർ സൾഫേറ്റിൽ നമ്മൾ 5 മോൾസ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഹൈഡ്രേറ്റഡ് copper sulfate, hydrated copper sulfate, and it can be in the volume ആവാം. നമ്മൾ ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആൾസോ. സോ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ 1 mole of a substance, the quantity of heat absorbed or evolved when 1 mole of a partially hydrated or an anhydrous substance is combined with a required number of moles of water to get a specific hydration, then that enthalpy change is known as standard enthalpy of hydration or enthalpy of hydration. നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത് എന്താ അറിയോ, സിമ്പിൾ ആയിട്ടുള്ള enthalpy of atomization. enthalpy of atomization, ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ആറ്റം ഉണ്ടാക്കുമ്പോഴുള്ള enthalpy ചേഞ്ച് അത് തന്നെയാണ് enthalpy of atomization. That is, അപ്പോൾ എന്താണ് enthalpy of atomization? Enthalpy of atomization is defined as the enthalpy change when 1 mole of a bond completely dissociate to give atoms in the gaseous state. അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിരിക്കണം, ആറ്റം ആയിരിക്കണം. അത് പിന്നെ ഒരു വേറൊരു മോളിക്യൂളോ കോമ്പൗണ്ടോ ആവരുത്. ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ദി ആറ്റം ഇൻ ദി gaseous phase. Then that process is known as that enthalpy change is known as enthalpy change of atomization. എന്താണ് enthalpy change of atomization? ശ്രദ്ധിക്കണം, അത് ആറ്റം ആയിട്ട് മാറണം. അല്ലാതെ അത് വേറൊരു കോമ്പൗണ്ടോ മോളിക്യൂൾ ആണെങ്കിൽ അത് enthalpy of atomization, അതിന് വേറെ പേരാണ്. So enthalpy of atomization is defined as the enthalpy change when 1 mole of a bond completely dissociate into an atom in the gaseous phase. Then that process or then that enthalpy change is known as enthalpy change of atomization. That is H2 gas, hydrogen in gaseous phase completely converted into hydrogen atom. രണ്ട് hydrogen atom ആവാണ്. Then that enthalpy change is known as enthalpy of atomization. A എന്ന് താഴെ എഴുതിയ it is known as enthalpy of atomization, and it is minus 435.0 kilojoule mole inverse ആണ്. ഇനി ഇതേ മോളിക്യൂള് അടുത്ത് പറഞ്ഞിട്ട് വരാം. That is enthalpy of bond dissociation. അപ്പം എളുപ്പമായല്ലോ, എന്താണ് enthalpy of bond dissociation? Enthalpy of bond dissociation. Enthalpy of bond dissociation is defined as the amount of heat required to break 1 mole of a covalent bond into products in the gaseous phase. Then that enthalpy is known as enthalpy of bond dissociation. അപ്പോൾ എന്താണ് enthalpy of bond dissociation എന്നാൽ the amount of heat required to break 1 mole of a covalent bond into products in the gaseous phase. Then that enthalpy change is known as enthalpy of bond dissociation. It's represented by enthalpy. ഇതാണ് enthalpy of bond dissociation. അപ്പം ഇനി ഇതിനെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ΔH2 ഈ ബോണ്ട് എന്താണ് അറ്റോമൈസേഷനും ബോണ്ട് ഡിസോസിയേഷനും സെയിം അല്ലേ? ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പിയും അതായത് അറ്റോമൈസേഷൻ വരുന്നതും രണ്ടും സെയിം ആണ്. ബോണ്ട് എൻതാൽപ്പി ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് മാത്രമാണ്, കാരണം നമുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടുക. സോ ΔH ബോണ്ട് എൻതാൽപ്പിയും ΔH ആറ്റോമൈസേഷനും സെയിം ആണ്. പക്ഷേ പോളി ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ, പോളി ആറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ഉള്ള കേസിൽ ബോണ്ട് എൻതാൽപ്പി ഇസ് ഡിഫറെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂളിൽ സിമ്പിളാണ്. ഫോർ പോളി ആറ്റോമിക് മോളിക്യൂൾ എങ്ങനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുക നോക്കി നോക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ഡെൽറ്റ എച്ച് ആറ്റോമൈസേഷൻ, അതായത് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ആറ്റോമൈസേഷൻ ആൻഡ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഫോർമേഷൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് സെയിം ഫോർ ഡയാറ്റോമിക് മോളിക്യൂൾ. ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ അത് സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷെ പോളി ആറ്റോമിക് മോളിക്യൂളിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ രണ്ടും രണ്ടാണ്. നോക്കി നോക്കൂ. അതായത് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്തായിരുന്നു? എൻതാൽപ്പി ചേഞ്ച് വെൻ വൺ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി ചേഞ്ചസ് ഇൻ ടു ഇറ്റ്സ് ആറ്റം ഇൻ ദ ഗേഷ്യസ് സ്പേസ്. ഇതാ CH4 കംപ്ലീറ്റ്ലി കാർബണും 4 ഹൈഡ്രജനും ഇൻ ദ ഗേഷ്യസ് സ്പേസിലായി. അപ്പം എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് പറയുന്നത് 1665 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം CH4ൽ ഇതാണ് CH4 അല്ലേ, 4 ബോണ്ടും സെയിം ആണെങ്കിലും ഇവരുടെ സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ടും സെയിം ആണ്. പക്ഷേ ഇവിടെ വരുന്ന ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴും അവിടെ വരുന്ന ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓരോ സ്റ്റേജിലും വേറെ വേറെയാണ്. ഇപ്പം നോക്കാം, ആദ്യത്തെ കേസിൽ ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ, ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അപ്പോൾ വരുന്ന ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് 427 ആണ്. സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട് ഓരോ. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യുക, ഈ CH3 ഒരു ഹൈഡ്രജൻ പോകും, അപ്പോൾ വരുന്ന ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഡിഫറെൻ്റ് ആണ്. കാരണം സ്ലൈറ്റ്ലി സം വേരിയേഷൻസ് ആർ ദേ, ദോ ദേ ഓൾ ആർ ദ സെയിം ബോണ്ട് ഓർ സെയിം സ്ട്രെങ്ത്, ബട്ട് ദർ ഇസ് സം ഡിഫറൻസ് ഇൻ ദി ബോണ്ട് ഡിസോസിയേഷൻ എനർജി സ്റ്റേജ് ബൈ സ്റ്റേജ് കൺസിഡർ ചെയ്യുമ്പോൾ. നോക്കൂ 439. അപ്പോൾ CH2ൻ്റെ നോക്കൂ, CH+H അതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 452 ആണ്. പിന്നെ അടുത്തത് CHൽ നിന്ന് ഒരു C പോയിട്ട് ഹൈഡ്രജൻ ആവുന്നത് 347 ആണ്. ഇത് മൊത്തത്തിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 1665 കിലോ ജൂൾ ആണ്. എന്താണിത്? ഇത് ബോണ്ട്, അതായത് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ആണ്. പക്ഷെ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ നാല് ആൾക്കാരുടേത്, അതായത് CH4ലെ 427 പ്ലസ് 439 പ്ലസ് 452 പ്ലസ് 347 ഡിവൈഡഡ് ബൈ അവരുടെ മീനാണ് നമ്മുടെ എന്ത് കിട്ടുക, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അതായത് ഫോർ പോളി ആറ്റോമിക് മോളിക്യൂൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഇസ് കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിങ് ദിയർ മീൻ. അവരെ ആ ഒരു ബോണ്ട് ഓരോ സ്റ്റേജിലും ബോണ്ട് ഡിസോസിയേഷൻ വാല്യൂ കണ്ടിട്ട് അവരുടെ മീൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ ബോണ്ട് ഡിസോസിയേഷൻ വാല്യൂ ഇസ് ഫൗണ്ട് ടു ബി 416 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. ഇപ്പം മനസ്സിലായോ? എന്തല്ല, നമ്മൾ ഡയറക്റ്റ് പോളി ആറ്റോമിക് കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ സെയിം അല്ല. ഡയാറ്റോമിക് മോളിക്യൂൾ അത് സെയിം ആണ്. ഇവരുടെ ആറ്റോമൈസേഷൻ വാല്യൂ ഇത് തന്നെയാണ്. ആറ്റോമൈസേഷൻ വാല്യൂ എന്താ? 1665. പക്ഷെ അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ വാല്യൂ എന്താ? ഇതിൻ്റെ മീനാണ്, ദാറ്റ് ഇസ് 416 കിലോ ജൂൾ. ക്ലിയർ ആവുന്നുണ്ട് എന്താണ് ബോണ്ട് ഡിസോസിയേഷനും എന്താണ് ആറ്റോമൈസേഷൻ്റെ ഡിഫറൻസ്? ആറ്റോമൈസേഷൻ്റെ വാല്യൂ സെയിം ആണ്, പക്ഷേ ബോണ്ട് ഡിസോസിയേഷനും ആറ്റോമൈസേഷൻ്റെയും വാല്യൂ പോളി ആറ്റോമിക് കേസിൽ സെയിം ആവില്ല, ബട്ട് ഡയാറ്റോമിക് കേസിൽ സെയിം ആവും. അത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, പിന്നെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, ദെൻ എൻതാൽപ്പി ഓഫ് ബോണ്ട് എൻതാൽപ്പി പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് മാക്സിമം. ഇനി അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബിറ്റ്വീൻ ഹെസസ് ലോ എടുത്തിട്ടില്ല, തെർമോ കെമിക്കൽ, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താ വെച്ചാൽ അത് നമുക്ക് വൃത്തിക്ക് പറഞ്ഞിട്ട് എടുക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ടോപ്പിക്കല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കഴിഞ്ഞു, ദെൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കഴിഞ്ഞു, എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ടെക്സ്റ്റ് കൂടെ വായിച്ചു നോക്കുക. എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറഞ്ഞു. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. തെർമോ കെമിക്കൽ ഇക്വേഷൻ, ഹെസസ് ലോ, പിന്നെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുക. കാരണം നമുക്ക് ആ ബോണ്ട് ഹേബർ സൈക്കിൾ പറയാനുണ്ട്. അപ്പോൾ അത് പറയുമ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെടുക്കാഞ്ഞത്, ലാറ്റിസ് എൻതാൽപ്പിയും ഇതും എടുക്കാഞ്ഞത്. ബാക്കി ഒരുവിധമൊക്കെ നമ്മൾ കവർ ചെയ്ത് ഇനി നമുക്ക് 2-3 ക്ലാസ്സും കൂടെ മതി പോർഷൻസ് തീർക്കാൻ. അപ്പം നാളെ മോസ്റ്റ് പ്രോബബിളി ഞാൻ അടുത്ത വീഡിയോ വരുമായിരിക്കും ഹെസസ് ലോയും പിന്നെ നമ്മുടെ ഹെസസ് ലോയും തെർമോ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതുവരെ നന്നായി പഠിക്കുക കേട്ടോ. ഇപ്പോൾ പഠിച്ചു പോകുക, നിങ്ങൾ തീർക്കുക. കാരണം പിന്നെയും റിവൈസ് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് മുന്നിൽ ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇത്രയും ടോപ്പിക് എടുക്കാനുണ്ട്. എല്ലാം ഞാൻ അപ്പോൾ പഠിച്ചോളാം എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പം ഇപ്പോൾ പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനേ ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
പിന്നെ കമൻസിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. നിങ്ങളെ കമൻസ് കാണുമ്പോൾ എനിക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കമൻസ് വരുമ്പോൾ എനിക്ക് എടുക്കണം. കമൻസ് ഒന്നുമില്ല, വ്യൂസ് മാത്രമാകുമ്പോൾ കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ എന്നല്ല, ഏത് ചാനൽ കാണുമ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ആരുമില്ല, വെറും ഒരു ക്യാമറയാണ്, ഈ ഒഴിഞ്ഞ റൂമിൽ ഒരു ക്യാമറയാണ്, നമുക്കൊരു റെസ്പോൺസ് പോലും കിട്ടണില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമൻസാണ് നമ്മുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം നന്നായി പഠിക്കുക കേട്ടോ, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.